ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കെ.ടി. ജലീലിന്റെ തോൽവിയിൽ ആഹ്ലാദിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ആഹ്ലാദ പ്രകടനം ഇപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മലൻ ടി വിക്കകത്ത് ചർച്ച ചെയ്യുന്നത്. മറ്റു ചാനലിനകത്തൊന്നും ചർച്ചയില്ല, പക്ഷെ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരവും പോക്കൃത്തരവും തന്നെ. ഒരു മിണ്ടാപ്രാണിയുടെ തലയെടുത്ത് ഒരു വടിക്കകത്ത് കെട്ടിയിട്ടിട്ട് എന്ത് പ്രകടനമായി കാണിക്കുന്നത്. ഇപ്പൊ എന്നെ വന്നിട്ട് ലീഗുകാർ വന്ന് തെറി വിളിച്ചാൽ ഞാൻ പറയും ആ ചെയ്തവൻ വെറും തെണ്ടിത്തരമാണ് കാണിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു പാർട്ടിയെയും ഒരു സമുദായത്തെ അടക്കം ഇപ്പൊ ഈ മലൻ ടി വിയിലെ ചില വേട്ടാവളിയന്മാർ വന്നുകൊണ്ട് പച്ച വർഗീയത അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ 16 വൻപിച്ച ഭൂരിപക്ഷത്തിൽ കുഞ്ഞാപ്പ ജയിച്ചത് 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ബാക്കി എല്ലാവരും 500,000 ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ കാസർഗോഡ് സുരേന്ദ്രനെതിരെ ജയിച്ചതും മിന്നുന്ന വിജയം തന്നെയാണ്, 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ ഇപ്പോൾ വയനാട് ചൂരൽമലയിലെ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ജാതി മതം നോക്കാതെ അവർ 51 വീടുകൾ വെച്ചു കൊടുത്തു. ഇനി 50 വീടുകൾ പെൻഡിങ് ആണ്, അതും അവർ ചെയ്തു കൊടുക്കും. അതിനകത്തൊന്നും ഒരു സംശയമില്ല. KMCC എന്ന് പറയുന്ന വലിയൊരു സംഘടനയിലൂടെയാണ് അവർ ഈ പ്രവർത്തികളൊക്കെ നടത്തിയത്. അപ്പം അത്തരം നല്ല പ്രവർത്തികൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന് വലിയൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അത് ജാതി മതഭേദമന്യേ എല്ലാവരും മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പം മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിരിക്കുന്ന, അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കെ.ടി. ജലീൽ തോറ്റതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇത് ചെയ്ത മുസ്ലിം ലീഗിന്റെ വക്താക്കൾ അതാരാണെങ്കിലും അവൻ ഇനി ഒരു നിമിഷം പോലും ആ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ആ സമുദായത്തെയും പ്രസ്ഥാനത്തെയും പറയിപ്പിച്ചു തരാം. വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ആഹ്ലാദ പ്രകടനം നടത്താൻ? ഇപ്പൊ മലൻ ടി വിയുടെ ഈ അടുപ്പ് കൂട്ടി ചർച്ചയിലെ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും വന്നതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ പച്ച തെറി വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ കാളിയണ്ണൻ ഈ നന്നാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ അണ്ടിമുക്ക് ശാഖയിൽ കുഞ്ഞുനാൾ മുതലേ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇരുന്ന് പാടുന്നവനാണ് ഇവനെന്നൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി നല്ല വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു അവൻ നന്നായി എന്ന് വിചാരിച്ചു. ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയും നന്നായേക്കാം. എന്താണേലും തോന്നിയാസം കാണിക്കുമ്പോൾ അതിനെ തള്ളി പറയുന്നതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. പക്ഷേ അതൊരു വർഗീയപരമായ രീതിയിലേക്ക് കൊണ്ട് ചിത്രീകരിക്കുമ്പം നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും കാളിയണ്ണൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തിൻ്റെ ഇടയിൽ BJPയുടെ ഒരു പ്രകടനം വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലത്തും വിജയിച്ചില്ലേ, അവരവിടെ വിജയിച്ചപ്പോൾ മലപ്പുറത്ത് ഇവരൊരു ആഹ്ലാദ പ്രകടനം. കാരണം കിട്ടാതിരുന്ന് കിട്ടിയ 3 സീറ്റാണ്. അപ്പോൾ കേരളമെമ്പാടും അവർ ആഘോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഏത് രീതിയിലാണെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുത്തവരെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം. അപ്പം അവരൊരു പ്രകടനമായിട്ട് വരുമ്പോഴത്തേക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുടെ പ്രകടനം കണ്ടപ്പോഴത്തേക്ക് അണ്ണൻ എന്തോ ഒരു വിഷമം പോലെ. അപ്പം ഞാൻ അതിനു മുമ്പ് നമ്മുടെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അവിടെ തോറ്റു. ആ തോറ്റത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം BJPക്ക് അനുകൂലമായ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഞാൻ പറയുന്നതല്ല കേട്ടോ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. അപ്പോൾ അണ്ണന് ഇത് കണ്ടപ്പോഴത്തേക്ക് അണ്ണന് കുരുപൊട്ടി. അപ്പോൾ അണ്ണനോട് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, അണ്ണാ അതെ ഇതും ഒന്ന് അണ്ണൻ ചെയ്യണം. പശ്ചിമ ബംഗാളിലും ഉണ്ട്, നമ്മുടെ കേരളത്തിലെ ഇവിടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചപ്പം, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ പ്രകടനവുമായിട്ട് പോകുന്ന വഴിക്ക് ഒരു സംഘിണി ചേച്ചി പറയാ ഇത് ഞങ്ങളുടെ രാജ്യമാണെന്ന്. കാരണം അവരുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ഈ രാജ്യത്ത് ഞങ്ങളുടെയൊക്കെ പൂർവികന്മാർ ചോര ചിന്തി നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ സംഘിണി ചേച്ചി പറഞ്ഞത് ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന്. അത് നീ പോയി നിന്റെ വീട്ടിൽ പോയി അങ്ങ് പറഞ്ഞാൽ മതി, അത് ഇങ്ങോട്ട് ഇറക്കണ്ട. അപ്പോൾ അണ്ണൻ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വീഡിയോയിൽ കൂടെ ഒന്ന് അണ്ണനൊന്ന് മറുപടി പറയണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നമുക്ക് ആദ്യം പശ്ചിമ ബംഗാളിലെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ സംഘിണി ചേച്ചി പറയുന്നതും കേട്ടിട്ട് നമ്മുടെ അണ്ണൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. കണ്ടല്ലോ, വിജയാഘോഷം. മറ്റു സമുദായത്തിൻ്റെ ആരാധനാലയങ്ങളിൽ കയറി താണ്ഡവമാടുന്ന സംഘപരിവാർ പ്രവർത്തകർ. ഇത് കേരളത്തിലൊന്നും ഉണ്ടാവില്ല കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീഡിയോ കാണണ്ടേ, ബാ. മൂന്നെണ്ണം പിടിച്ചപ്പം ഇങ്ങനെ. അപ്പൊ ഇവറ്റാൾക്കെങ്ങാനും ഭരണം കിട്ടിയ എന്റെ മുസ്ലിം സഹോദരന്മാർക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ സ്ത്രീ പറയുന്നത്
ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്, നീയൊക്കെ പാകിസ്ഥാനിലോട്ട് പോകാൻ, അതായത് മലബാറിൽ നിന്ന് എപ്പോ വന്നു, മലബാറിൽ നിന്നുള്ളവന്മാരൊക്കെ പാകിസ്ഥാനിലോട്ട് പോകാൻ കൊള്ളാം. നല്ലതാ ചേച്ചി, ഇങ്ങനെ തന്നെ പറയണം. അത് മലയാളി ആയിരുന്നിട്ട് ഇങ്ങനെ പറയണം. സാധാരണ നോർത്ത് ഇന്ത്യൻ സംഘീവാണങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. മലയാളി വാണങ്ങൾ ഇത് പറയുന്നത് ചുരുക്കമാണ്. ഉണ്ടില്ലെന്ന് പറയുന്നത്, പക്ഷെ ഇതിപ്പോ കണ്ണിന് മുമ്പിൽ കണ്ടു. അത് ഞാൻ പറഞ്ഞു, 3 എണ്ണം എവിടെയോ പൊട്ടിയപ്പോ ഇങ്ങനെയാണെങ്കിൽ വെട്ടേടെല്ലാം ഭരണം കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, പാകിസ്ഥാനിലോട്ട് പോവാൻ. ഇത് നിന്ന് പറയാൻ ധൈര്യം എങ്ങനെ ഉണ്ടായെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, മതം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പരസ്പര വിശ്വാസത്തോടെ പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന ഒരു നാടാണ് കേരളം. അതിൽ അന്നും ഇന്നും അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. പക്ഷെ ഇങ്ങനെ വില കുറഞ്ഞ തരം താഴ്ന്ന കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിന് ചീത്തപ്പേര്. ഈ മറുപടി കൊടുത്തതേ ഒരു ഹൈന്ദവ സഹോദരനാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ സംഗണി പുത്രിമാര് നമ്മുടെ കേരളത്തിലുണ്ട്. കാളിയണ്ണൻ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കുമല്ലോ അല്ലേ? അപ്പൊ ഇതൊന്ന് കേട്ടോ. കൊടുവള്ളിയിലാണ് സംഗതി നടക്കുന്നത്. അതായത് ഈ പച്ച പതാകയും കൈ പിടിച്ചടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത് നിങ്ങൾ കൂട്ടം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, കഴുതകളെ ബുദ്ധിയാണ്. സത്യം പറയാം, കഴുതകളെ ബുദ്ധി അവർക്ക്. ഇവർ നേതാക്കന്മാർ പറയുന്ന വാക്ക് കേൾക്കില്ല, ഇവർ ആത്മീയ നേതാക്കന്മാരുടെ വാക്ക് ഇവർക്ക് പാലിക്കാൻ പറ്റില്ല. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഈ ഒരു ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ സൈലൻസറെ കണ്ട് മാറ്റിയിട്ട് വെറുപ്പിക്കലായിരിക്കും. ഇവർക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു കുത്തിക്കാപ്പാണ്. ആ കൊടുവള്ളിയിൽ ആ മൂലക്കൂടെ അവിടെ 3 സീറ്റ് BJP നേടിയിട്ടുണ്ട്. അതിന്റെ ആഹ്ലാദ പ്രകടനമായിട്ട് കുറച്ച് വളരെ വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ, അതുകൊണ്ടാണ് ഈ തമ്മാടത്തരം കാണിക്കുന്നത്. എന്നാൽ അത്യാവശ്യം ആളുകൾ ഉണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് ഒരു പോകില്ല എന്നുള്ള 100% ഉറപ്പാണ്. ആ പാവങ്ങൾ അതിലങ്ങനെ നടന്നു പോവാണ്. ഇതിങ്ങളങ്ങനെ വട്ടം കൂടിയിട്ട് ആക്രമിക്കാൻ പോണ രീതിയിൽ ഈ ചെയ്യുന്നത് രാഷ്ട്രീയ മര്യാദയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ആണോ? കൂട്ടം കൂടിയപ്പന്മാർ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. സത്യം പറയാം, ഇത് ഭയങ്കര വെറുപ്പിക്കലാണ്. ഇവിടെ ആദ്യമായിട്ട് BJP 3 സീറ്റിൽ കയറി. ആഹ്ലാദിക്കാൻ അവർക്ക് ഒരുപാടുണ്ട്. അവരെവിടെയെങ്കിലും മോശമായിട്ട് പ്രതികരിച്ചോ ഏതെങ്കിലും രീതിയിൽ? നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം. ഒരു രാഷ്ട്രീയ മര്യാദ വേണം. മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടല്ല നിങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്രമിക്കാൻ പോയിട്ടുമല്ല. ന്യൂനപക്ഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളെ മര്യാദയ്ക്ക് നോക്കണം. അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, അത് ഇനി മതമായാലും ശരി. ന്യൂനപക്ഷങ്ങളെ നിങ്ങളെങ്ങനെയാണ് ഇവിടെ നോക്കുന്നത് അതുപോലെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ ഈ പച്ച ടീമിനോടാണ് പറയണത്. ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ ഇന്ത്യക്കാർ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതുപോലെ വേണം ന്യൂനപക്ഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും നിൽക്കുന്നത്, രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മതം കൊണ്ടായിക്കോട്ടെ, അവരെ സംരക്ഷിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടല്ല, വെറുപ്പിച്ചുകൊണ്ടല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് തീട്ടം നിങ്ങളുടെ ബുദ്ധിയെങ്കിലും കാണിക്കുക. അപ്പൊ എനിക്ക് അതേ പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് തീട്ടം തിന്നുന്ന പണിയെങ്കിലും ഇനിയെങ്കിലും കാണിക്കണം എൻ്റെ പൊന്ന് കാളിയണ്ണൻ. നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോ ജനാധിപത്യ മര്യാദ എന്നൊക്കെ അണ്ണൻ പറഞ്ഞല്ലോ, വന്നിരുന്നു കീർവാണം മുഴക്കിയില്ലേ. ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ അവർ ആഹ്ലാദ പ്രകടനമായിട്ട് റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ സംഗണി ചേച്ചി പറഞ്ഞെന്താണ്? സംഗണി ചേച്ചി എന്താ പറഞ്ഞത്? അണ്ണൻ കേട്ടായിരുന്നോ? കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം കേട്ടോ. നീയൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാനാ പറഞ്ഞത്. അതായത് അവളുടെ അപ്പന് സ്ത്രീധനം കിട്ടിയതാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പോലും ഒരുത്തന്റെയും പേര് പോലും പറയാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ ഇല്ലാത്ത നീയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാകിസ്ഥാനിൽ ബംഗ്ലാദേശിൽ പോകുമെന്ന് പറയാനേ എന്തെങ്കിലും യോഗ്യത നിനക്കൊക്കെ ഉണ്ടോ എന്ന് ചുമ്മാ ആ തീട്ടം തിന്നുന്ന ബുദ്ധിയില്ലേ, ആ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളൊക്കെ പട്ടിയെ പോലെ കിടന്ന് അടികൊള്ളുക. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ അവിടുത്തെ മസ്ജിദുകൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. മമതാ ബാനർജിയുടെ കംപ്ലീറ്റ് ഓഫീസും ഈ സംഖ്യകളും കയറി അങ്ങോട്ട് അർമാദിച്ചുകൊണ്ടിരിക്കുക. ഇത് ജനാധിപത്യ മര്യാദയാണോ? ജനാധിപത്യ മര്യാദയാണോ അണ്ണ? അപ്പൊ അണ്ണൻ പറയുമ്പോൾ വൺ സൈഡ് അണ്ണൻ പറയരുത്. അണ്ണൻ നിഷ്പക്ഷമായിട്ട് 2-3 വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അണ്ണൻ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. അണ്ണൻ നമുക്ക് ഒരുപാട് പെരുത്തങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ അണ്ണൻ അങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് അണ്ണനെ മറ്റേ ശാഖയിൽ വിളിച്ച് ഒരു ക്ലാസ് തന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അണ്ണൻ്റെ ഒരു മനമാറ്റമൊക്കെ ഉണ്ടായത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. തെറ്റാര് ചെയ്താലും, അത് ഏതവനാണെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് സമുദായക്കാരനാണെങ്കിലും ചെയ്തു എന്ന് ഞങ്ങൾ ആർജവത്തോടെ പറയണം. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും പൂട്ടുന്നില്ല കേട്ടോ. തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ.